തിന്മ ചെയ്യുവാൻ അവന് കഴിവില്ല. തിന്മ അവനിൽ നിന്ന് വരുന്നില്ല, അവനതിനെ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ അവൻ തന്റെ സൃഷ്ടിക്ക് സ്വാതന്ത്ര്യം നൽകി. നന്മയെ നിരാകരിച്ച് തിന്മയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം സൃഷ്ടി ഉപയോഗിച്ചു. തിന്മയ്ക്ക് തനിയെ നിലനിൽപ്പില്ലാതിരുന്നപ്പോൾ സ്വാതന്ത്ര്യത്തിലൂടെ തിന്മ അതിൻ്റെ വേരുറപ്പിച്ചു തുടങ്ങി. ഏതെങ്കിലും വ്യക്തി നന്മയെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഉണ്മയെ നിഷേധിക്കുന്നു. കാരണം സൃഷ്ടിക്കപ്പെട്ട വ്യക്തി അതിൻ്റെ സൃഷ്ടാവിനെ പോലെ നന്മയാണ്. സഭയുടെ നന്മപരമായി ആഗോളതലത്തിൽ പ്രജ്വലിച്ചു നിന്ന മഹാപണ്ഡിതൻ ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോരിയോസ് തിരുമേനി നന്മയ്ക്ക് നൽകിയ നിർവചനങ്ങളാണ്. അദ്ദേഹത്തോടുള്ള ഭക്തി ആദരവുകൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടം എടുത്തിരിക്കുന്നു. ഭൂമിയിൽ എവിടെയെല്ലാം നന്മമരങ്ങൾ ഉയരുന്നുവോ അവിടെയെല്ലാം തിന്മയുടെ ഇത്തിൾ കൊടിയുമായി പിന്തുടർന്ന് അവയെ അനിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേക തിന്മ മരങ്ങൾക്കിടയിൽ വീഴാത്ത നന്മ മരങ്ങളായി നിലനിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. സെയിന്റ് ഐനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് SDO സവിനയം സമർപ്പിക്കുന്നു നന്മ മരങ്ങൾ. ശുശ്രൂഷകളിൽ പ്രിയമുള്ളോന അടത്തി നടിയാ നിന്നെ വിളിക്കുന്നു ജ്വലിക്കുന്നതുപോലെ ഉത്തരമരുക. മലരിൽ കനിയും മലനാം ദേവാ ഞങ്ങൾക്ക് നൽകണമേ നൊമ്പല ഹൃദയം. പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്കലിൽ നിന്നൊഴിവാക്കണമേ. രക്ഷകതിരുമേയും രക്തവും കൊണ്ട ഉദികത ജനതേ കരുളണമേ മോദവും ഉയരും. മരവിൽ വിധിയിൽ നിൻകൃപ കണ്ടെത്തി നിന്റെ വിജപ
വലഭാഗത്തവർ നിൽക്കണമേ. പഴയ സെമിനാരിയിൽ നടന്ന ആ സംഭവത്തെ കുറിച്ച് കേട്ടിട്ട് തോന്നുന്നു ശരിക്കും അതൊരു അത്ഭുതം തന്നെ. ഞങ്ങൾക്ക് തിന്മേനെ പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നുകയാണ്. ഇത് കേട്ടപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു. മക്കളെ, അപ്പച്ചൻ വളരെ ചെറിയ പ്രായത്തിലെ സൺഡേ സ്കൂളിലൊക്കെ പോകുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, അപ്പച്ചന്റെ അപ്പൻ, അതായത് നിങ്ങളുടെ പപ്പയുടെ ഗ്രാൻഡ് ഫാദർ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അന്നത്തെ കാലത്ത് ഈ സൗകര്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഇടവകയിലെ ഓരോ വീടുകളിലും പോയി കുഞ്ഞുങ്ങളെ വിളിച്ച് സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുമായിരുന്നു. അപ്പച്ചനും ഇതൊക്കെ അവിടെ നിന്നാണ് മക്കളെ പഠിച്ചത്. മക്കളെ, നിങ്ങളുടെ സ്കൂളിൽ വലിയ സൺഡേ സ്കൂളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നിട്ട് അവിടെ നിന്നും പഠിക്കാറില്ല ഇതൊന്നും? സൺഡേ രാവിലെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിയാനോ ക്ലാസ് ഉണ്ട്. അതിന്റെ പുറകെ ട്യൂഷൻ. എനിക്ക് പിന്നെ കരാട്ടെ ക്ലാസ്. പക്ഷേ എനിക്ക് ചെന്നാൽ ഷോറായും സൺഡേ സ്കൂളിൽ പോകും. മറ്റെല്ലാം അത് കഴിഞ്ഞിട്ട് മതി. അതെ അപ്പച്ച, ഞങ്ങൾ ഡാഡിയോടും മമ്മിയോടും ഇന്ന് തന്നെ ഈ വിവരം പറയും. സഭയെ പറ്റിയും തിരുമേനിമാരെ പറ്റിയും കൂടുതൽ അറിയണമെന്ന് തോന്നുകയാണ്. വളരെ നല്ല കാര്യം മക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്ത അവധിക്ക് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും അപ്പച്ചൻ നിങ്ങളെ പഴയ സെമിനാരിയിൽ കൊണ്ടുപോയി തിരുമേനി അപ്പച്ചന്റെ കബറിടവും അവിടുത്തെ നാലുകെട്ടും ഒക്കെ കാണിക്കാം. പെരുന്നാളിന് മുൻകൂട്ടി എത്തിയായിരിക്കും അല്ലേ? പെരുന്നാളായിട്ടൊന്നും വന്നതല്ല. ഈ സമയമാകുമ്പോൾ നമ്മുടെ പഴയ ടീമുകളൊക്കെ നാട്ടിലെത്തും. ഞാനോട്ടൊന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങളെ കണ്ടാൽ നന്നായിട്ടോ. ഒരു കമ്പനി ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് പള്ളിയിലോട്ട് പോകാം. പള്ളിയിലോട്ടോ? നിങ്ങൾ പരിപാടി ചെയ്ത് വിട്ടില്ലേ? അല്ല, ഇപ്പൊ പള്ളി പോയിട്ട് എന്ത് ചെയ്യാനാ? പെരുന്നാളിൽ ഇനി കുറെ ദിവസങ്ങളില്ലേ? നീ എല്ലാം മറന്നോ? പെരുന്നാളുമായിട്ടനുബന്ധിച്ചുള്ള കൺവെൻഷൻ നടക്കുമല്ലയോ? അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി തീർക്കുവാനായിട്ടുള്ളയോ? ഞാൻ പള്ളിയിലോട്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് വരുവാണെങ്കിൽ നമുക്കൊന്ന് അടിപൊളി സാധനം ബാഗിൽ സ്റ്റോക്കുണ്ട്. സാധനം ഒന്ന് കൂടിയാലോ? പോളെ, ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നൊന്നും അവകാശം വേണ്ടത്ര തിരിച്ചറിവില്ലാത്ത കാലത്ത് ചെറിയ തമാശകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇത് വേണ്ട. വിനോദ് ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയാണ്. ഇടവകയിൽ ആത്മീയപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അവനതൊക്കെ ചെയ്തോട്ടെ. എന്നാ പിന്നെ മാത്യച്ചമ്മ ഇതെല്ലാവരും ചെയ്യാൻ നമ്മൾ ഇരുന്നാലും മതി. പോളെ, പറയുന്നൊന്നും തോന്നില്ല. മാതുശാനി ഇതിനോടൊന്നും താല്പര്യമില്ല. നമ്മുടെ ഇടവകയിലെ ആത്മീയ സംഘടനകൾ വളരെ സജീവമാണ്. മാതുശാൻ SDOന്റെ ചുമതലക്കാരനാണ്. അതെന്താണ് പുതിയൊരു സാധനം? കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ട് കേൾക്കുവാണല്ലേ? സഭയിലാകമാനം 2 പുതിയ സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് SDOM, സെന്റ് ഐനോഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്. 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളുടെ ആത്മീയപരമായ കാര്യങ്ങൾ പങ്കെടുക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ടാണ് SDOM. രണ്ടാമതായി SJOM, സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ആത്മീയപരമായ കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് SJOM രൂപീകരിച്ചിരിക്കുന്നത്. സഭയിൽ ആകമാനം ഉള്ള ആളുകളുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആത്മീയപരമായിട്ടുള്ള പുത്തൻ ഉണർവുകൾ ഈ പ്രസ്ഥാനങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഞാൻ എന്റെ ഉണർവുകളുടെ വകുപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ആരെങ്കിലുമൊക്കെ കിട്ടും. ആ പഴയൊരു അടുപ്പം വെച്ച് പറയാം. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന പെരുന്നാളാകുമ്പോൾ ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ കാശുണ്ടെങ്കിൽ എല്ലാം വീഴ്ത്തുമ്പോൾ കിട്ടുന്ന കാര്യം. ലൈറ്റ് വേണോ? ലൈറ്റ്, ഫുഡ്, ഡെക്കറേഷൻ, എന്തിനു പറയുന്നു?
ക്ലാസ് വേറെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്ന് സെറ്റ് ചെയ്യാൻ ഇവന്റാണെങ്കിൽ കമ്പനികൾ റെഡിയാണ്. പിന്നെ വേറെ സ്പോൺസർഷിപ്പ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ പൈസ കഴിഞ്ഞിട്ടുണ്ടോ? ഓട് വെക്കോ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ശരി, നിങ്ങൾ വിട്ടോ. ജോലി ശരിയായിരുന്നൊക്കെ നീതിക്കുട്ടി പറഞ്ഞിരുന്നു. എന്നിട്ടെന്താ ഇത്രയും നാൾ അല്ല ഇവിടെ ഒന്ന് വേറൊക്കെ അങ്ങ് മാറ്റിയോ? ആന്റി പ്ലീസ്, എനിക്ക് വേണ്ടുകയാണ് പുത്തൻകണ്ടത്തിൽ ഇവിടെ ഒരു ഞാൻ ലോകമായതിനു ശേഷം എന്നാക്കിയിരിക്കുക. ഈ പള്ളി വരാനിരിക്കുവാ. പെരുന്നാളിന് വന്ന് കുറച്ച് റീൽസ് എടുക്കണം. വാട്സപ്പിന്റെ കൂടെയും ക്ലാസ്സിന് മുന്നിൽ വെക്കുന്നില്ല. കുറച്ച് റീൽസ് കിട്ടിയാൽ പിന്നെ പൊളിക്കും. നീ പണ്ട് പള്ളിയിൽ ആക്റ്റീവ് ആയിരുന്നല്ലോ. ഇവിടെയും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് മലയാളി സമാജമൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ പള്ളിയിലും ആക്റ്റീവ് ആവാൻ സാധിക്കും. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇപ്പൊ തന്നെ ജോലി കഴിഞ്ഞിരുന്ന അതിനെ കുറച്ച് സമയമേ റീൽസ് എടുക്കാനാണ്. ഹസ്ബൻഡ് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല. ലേഡീസ് അസോസിയേഷനിൽ അടിപൊളി പരിപാടി നടത്തുന്നില്ല. നാളെ രജിസ്റ്റർ എടുക്കാണ്ട് ഞാൻ പോട്ടെ. കഷ്ടം, എന്ത് ചെയ്യാൻ പറ്റും? എന്റെ റീൽസ് കാണാൻ മറക്കല്ലേ. സന്തോഷമായി മക്കളെ. കഴിഞ്ഞ തവണ നിങ്ങൾ അവധിക്ക് വന്ന് പോയതിനു ശേഷം അവിടെ സൺഡേ സ്കൂളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നതും പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടെ പെരുമാറുന്നെന്നും അപ്പച്ചന് അറിയാം. അപ്പച്ചന് വളരെ സന്തോഷമായി മക്കളെ. അതെ അപ്പച്ച, ഇപ്പോൾ ഞങ്ങൾ സർവീസിൽ മറ്റൊരു കാര്യങ്ങൾക്ക് പോകാറില്ല. സമയത്ത് ആശുപത്രി കൊണ്ടുപോയി എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഞാൻ അത് നിങ്ങളെ സമയത്ത് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികൾ, ടീനേജിനും ഇവര് എന്തൊക്കെ അന്ന് ചെയ്തെന്നുള്ളതും പിന്നെ ഇവര് NGOSന്റെ സജീവ പ്രവർത്തകരാണെന്ന് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു. ഉമ്മയുടെ വഴിയിലൂടെ നടന്ന് തന്നെ ദൈവനിയോഗം ഇവരെന്നെ തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യമാക്കാതെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കാരണം ഉണ്ടായിരുന്ന ജോലിയും പോയി കുടുംബ ജീവിതവും താങ്ങാനായി ജീവനൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇടപെട്ട് പള്ളിയിൽ പലരോടും പറഞ്ഞ് ആത്മീയമായ ജീവിതവും സന്തോഷമായി പള്ളിയും മറ്റു വലിയ സമാജവും സന്തോഷമാക്കുക. തിന്നം തെയ്യന്നം തകൃതിന്നം താരോ തകൃതിന്നം തെയ്യന്നം തകൃതിന്നം താരോ തകൃതിന്നം തെയ്യന്നം തകൃതിന്നം താരോ തകൃതിന്നം തെയ്യന്നം തകൃതിന്നം താരോ
നാമൊന്നായി നിന്നാൽ നന്മമരങ്ങൾ പൂക്കും. നാമൊന്നായി നിന്നാൽ തിന്മമരങ്ങൾ വീഴും. നാമൊന്നായി നിന്നാൽ നന്മമരങ്ങൾ പൂക്കും. നാമൊന്നായി നിന്നാൽ തിന്മമരങ്ങൾ വീഴും. തിന്നം തെയ്യം തിന്നം തെയ്യന്നം തിന്നം താരോ തിന്നം തെയ്യന്നം തിന്നം താരോ. നാമൊന്നായി നിന്നാൽ നന്മമരങ്ങൾ പൂക്കും. നാമൊന്നായി നിന്നാൽ തിന്മമരങ്ങൾ വീഴും. നാമൊന്നായി നിന്നാൽ നന്മമരങ്ങൾ പൂക്കും. നാമൊന്നായി നിന്നാൽ തിന്മമരങ്ങൾ വീഴും.